ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് കൂടി താങ്കൾ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ എടുത്താൽ എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സ്ട്രെയിറ്റ് ആയി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ശ്രീ ജയചന്ദ്രൻ ഇന്നലെ മുതൽ ഈ സംഭവങ്ങളെ കാണുന്നയാളാണ്. അവിടെ ഇന്നലെ വന്നതല്ല ഇന്ന് കുറച്ചുകൂടി വ്യക്തതയോടെ വന്നത്. അതായത് അവിടെ JCBയും മറ്റും എത്തുന്നില്ല എന്നൊരു വലിയ പ്രചാരണം വന്നു. അങ്ങനെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇത് സംഭവിച്ചത് 12 മണിക്ക് ശേഷം. ഇന്ന് മലയാള മനോരമയുടെ ഒരു ടൈം ലൈൻ തന്നെ എടുത്താൽ ദിനപത്രം പറയുന്നത് 10:45 അപകടം, 11:35 ആരുമില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞു. അത് ഏറ്റുപിടിച്ചു പ്രതിപക്ഷ നേതാവ് ഉച്ചയ്ക്ക് ശേഷം. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് കൈരളി ന്യൂസ് അടക്കം ഈ 11:35 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വീണ ജോർജും VN വാസവനും അവിടെ വെച്ച് പറയുന്നുണ്ട് മെഷീനുകൾ വന്നു പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾക്കൊരു ഫൈനൽ അഭിപ്രായം പറയാം, ഒരു കൺക്ലൂഷനിലേക്ക് പോകാം, തെരച്ചിൽ നടക്കട്ടെ എന്ന് ഈ രണ്ട് മന്ത്രിമാരും പറയുന്നത് കണ്ടു. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞത് മന്ത്രിമാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, അതോടെ തെരച്ചിൽ നിന്നു. അതുതന്നെ തെറ്റാണ് എന്ന് പറയുന്ന വീഡിയോ നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. നമ്മളിന്ന് വാർത്തയായി കാട്ടിയിരുന്നു, വേണമെങ്കിൽ ഇനിയും കാട്ടാം. 12:25 മലയാള മനോരമ ദിനപത്രം 12:25 പ്രതിഷേധം വന്നതിനെ തുടർന്ന് തെരച്ചിൽ. ഇത് ഏത് യുക്തിക്കും ചേരാത്തതാണ്. കാരണം ഇന്ന് ദൃശ്യങ്ങൾ സഹിതം കൈരളി ന്യൂസ് വാർത്ത പുറത്തു കൊണ്ടുവന്നു. മറ്റു മാധ്യമങ്ങൾ പിന്നാലെ കുറച്ചെങ്കിലുമൊക്കെ കാണിച്ചു. എന്താണ് ശ്രീ ജയചന്ദ്രൻ, ഈ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഫയർഫോഴ്സും പോലീസും അവിടെ ഉണ്ടാകുന്നു. പിന്നാലെ 3-4 JCBകൾ വരുന്നു. ആ JCBകൾ, വലിയ JCB വന്നപ്പോൾ അങ്ങോട്ട് പോകാനേ കഴിയുന്നില്ല, ചെറിയ JCB വരുന്നു. എന്നിട്ട് ആശുപത്രി കോമ്പൗണ്ടിൽ കൂടിയൊന്നുമല്ല, ആശുപത്രി കെട്ടിടത്തിനകത്തു കൂടി തന്നെയാണ് ആ തിട്ടയൊക്കെ പൊളിച്ച്, കോമ്പൗണ്ടൊക്കെ പൊളിച്ചൊക്കെയാണിത് ആ അപകട സ്ഥലത്തേക്ക് എത്തിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നത് ഇന്നത്തെ ഈ ദിവസം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരുമ്പോൾ ഇന്നലെ നടത്തിയ പ്രചാരണം പൂർണ്ണമായും ശരിയായിരുന്നില്ല എന്ന് ആളുകൾക്ക് കുറെ കൂടി ബോധ്യപ്പെട്ടോ? മാധ്യമങ്ങൾ പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞതും. ഇത് പിന്നെ അങ്ങനെ മാത്രം ഈ വിഷയത്തിനെ കണ്ടാൽ പോരാ എന്നാണ് ശരത്ത് എൻ്റെ അഭിപ്രായം. കാരണം വ്യക്തമായിട്ട് ഇതിനെ ഞാൻ കാണുന്നത്, നമ്മൾ ഈ മീഡിയ ടെറണി എന്ന് പറയുമല്ലോ, മാധ്യമ ദുഷ്പ്രഭുത്വം അല്ലെങ്കിൽ മാധ്യമ സ്വേച്ഛാധിപത്യം എന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വിമർശിക്കേണ്ട തരത്തിലാണ് ഈ കാര്യങ്ങൾ വന്നത്. ക്ഷമിക്കണം, താങ്കളിപ്പോൾ മനോരമയുടെ ടൈം ലൈൻ പറഞ്ഞല്ലോ ശരത്ത്, അതിൽ ഒരു വ്യത്യാസമുണ്ട്. ആ പറഞ്ഞതിൽ പോലും വ്യത്യാസമുണ്ട്. കാരണം ഈ സംഭവം നടക്കുന്നത് 10:50 ഇന്നലെ രാവിലെ. 10:50 സംഭവം നടക്കുന്നു. 11:05 പോലീസും ഫയർഫോഴ്സും എത്തുന്നു, രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും അവിടെ കിട്ടിയ ബാക്കിയുള്ള നാട്ടുകാരും അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെയും ചേർത്ത് അത് ഇവരെ എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറാണ്. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലും ARM കൂടെ വരുന്നുണ്ട്. അവരാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഈ 11:05 സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ആദ്യം 11:50 മന്ത്രി ശ്രീ VN വാസവനും ജില്ലാ കളക്ടറും കൂടെ വരുന്നു. അതിനുശേഷം പിന്നെ 11:55 വീണ ജോർജ് വരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ ജോർജ് വന്നു കഴിഞ്ഞ് 2 മിനിറ്റ് കഷ്ടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് JCB എത്തുന്നു. അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ മനുഷ്യസാധ്യമായ രീതിയിൽ നമ്മുടെ മനുഷ്യാധ്വാനം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ആ തകർന്നു വീണ അവശിഷ്ടങ്ങളെല്ലാം പെറുക്കി മാറ്റുന്നുണ്ട്, രണ്ടുപേരെ രക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ പിന്നെ അവർ കണ്ടത് ബാക്കിയുള്ളത് വലിയ സ്ലാബുകൾ അങ്ങനെ ഉണ്ട്. ഞാൻ അതിലേക്ക് അത് പറയാൻ വരികയായിരുന്നു. അപ്പോൾ ആ വലിയ സ്ലാബുകൾ മാറ്റാൻ കഴിയില്ല, അതിന് JCB വേണമെന്ന് തന്നെയാണ് സൂപ്രണ്ട് അടക്കമുള്ളവർ കണ്ടത്. അപ്പോഴാണ് 2 പേരെ രക്ഷിക്കുന്നത്. 2 പേരെ രക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തി മാറ്റുമ്പോൾ 2 പേരെ മാത്രമല്ല കേട്ടോ, ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സമീപ വാർഡുകളിൽ ഇവാക്യുവേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അപകടത്തിൽപ്പെട്ടു എന്ന് കരുതുന്നത് 2 പേർ മാത്രമാണ്. അപ്പോൾ ബിന്ദു അപകടത്തിൽപ്പെട്ടതായി ആർക്കും ഒരു ധാരണയുമില്ല. ആ ഘട്ടത്തിലൊന്നും അങ്ങനൊരു ലാഞ്ചന പോലെ, സംശയത്തിന് ലാഞ്ചന പോലെ ആരും പറയുന്നുമില്ല. അല്ല, ബിന്ദുവിന്റെ ജീവിത പങ്കാളിയായിട്ടുള്ള വിശ്രുതൻ തന്നെ പറഞ്ഞത് അങ്ങനെയാണല്ലോ ഇന്നലെ മാധ്യമങ്ങളോട്. കാണാനില്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ പലയിടത്തും തപ്പി അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നോക്കി, അവിടെ നോക്കി എന്ന തരത്തിൽ പറഞ്ഞു. തെരച്ചിലൊക്കെ നടന്നു, പക്ഷേ അല്പം വൈകി. ആ വൈകി എന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് അവർക്ക് പോലും കുറെ കൂടി ധാരണയുണ്ട്. കാരണം ഈ JCB മണ്ണുമാന്തി യന്ത്രങ്ങൾ എങ്ങനെയാണ് അപകട സ്ഥലത്ത് എത്തിച്ചതെന്ന് അവരടക്കം എല്ലാ മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ജയചന്ദ്രൻ. പക്ഷെ കാണാതെ പോയത് മാധ്യമങ്ങളാണ്, കണ്ടിട്ടും പറയാതിരുന്നത്. വലിയ ഉത്തരം പോലും തട്ടിത്തെറിപ്പിച്ചോണ്ടാണ് വരുന്നത്. അതെ. അല്ല, എന്നിട്ട് ശരത്ത്, ഇത് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മിനിസ്റ്റേഴ്സ് 2 പേരും എത്തുന്നത്. കളക്ടർ ഉണ്ടപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു, മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. 2 പേർ അവിടെ ഉണ്ടായിരുന്നു, മറ്റാരും കുടുങ്ങി കിടപ്പില്ല എന്നാണ് വിചാരിക്കുന്നത്.
അങ്ങനെയാണ് കിട്ടിയിട്ടുള്ള അറിവ്. പക്ഷേ JCB എത്തിയിട്ടുണ്ട്. JCBയുടെ കൂടെ ആ മറ്റ് വലിയ സ്ലാബുകൾ മാറ്റിയതിന് ശേഷം മാത്രമേ തെരച്ചിൽ പ്രവർത്തനം നിർത്തൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പിന്നീട് വലിയ വ്യാഖ്യാനം, ദുർവ്യാഖ്യാനം എന്ന് അതിലേക്കൊന്ന് വരാം.